സർ ഈ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാം പെട്ടെന്ന് നേടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം OET ക്രാക്ക് ചെയ്യുന്നത് ആണെങ്കിൽ തന്നെ 1 2 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ടിജൂസ് അക്കാഡമിയിലെ കോഴ്സ് ഡ്യൂറേഷൻ 3 മാസമാണ്. എന്തുകൊണ്ടാണ് അത്രയും സമയമെടുക്കുന്നത്? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. കൂടാതെ തന്നെ കുറച്ചേറെ പേര് ആഗ്രഹിക്കുന്നൊരു മറുപടിയാണ്. കുറേ കുട്ടികൾ ഇത് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ഒരു 15 ഡേയ്സോ ഒരു 5 ഡേയ്സോ കൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, തീർക്കാൻ പറ്റണില്ല. മിക്കവരും എനിക്ക് തോന്നുന്നു കോഴ്സിന് എൻക്വയറിക്കായിട്ട് ഫാമിലിയിൽ ചിലപ്പം വൈഫായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും സമയം കളയുന്നത്? മറ്റു പലയിടത്തും 1 മന്തല്ലേ ഉള്ളൂ. പക്ഷെ അത് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഓറിയൻറ്റേഷനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഓറിയൻറ്റേഷൻ തന്നെ വരുന്നുണ്ട് 1 വീക്ക്, ചിലപ്പോൾ അത് 2 വീക്ക് പോവാം. കാരണം വേണമെങ്കിൽ സിമ്പിളായിട്ട് ആ ലെറ്റർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്രൈറ്റീരിയ മാത്രം പറഞ്ഞ് വേണം നമ്മുടെ ജോലി തീർക്കാം. അങ്ങനെ തീർക്കാൻ ടിജൂസ് അക്കാഡമി തയ്യാറല്ല. നമ്മുടെ ലക്ഷ്യം ആ ലെറ്ററിൻ്റെ A to Z കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓറിയൻറ്റേഷനെ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് കൃത്യമായിട്ട് ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലെറ്റർ കൊടുത്തിട്ട് ഒരു കുട്ടിയോട് പെട്ടെന്ന് എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടി എഴുതാൻ പറ്റില്ല. എങ്ങനെ എഴുതാനാ? എന്താണ് അതിൻ്റെ ടൈറ്റിൽ ഉൾപ്പെടെ, അതിൻ്റെ ഓരോ ഇൻട്രോ ഉൾപ്പെടെ, അതിൻ്റെ ബോഡി പാരഗ്രാഫ് ഉൾപ്പെടെ, അതിൻ്റെ കൺക്ലൂഷൻ ഉൾപ്പെടെ അത്രയും ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മാത്രമേ, ഓരോ സെൻറ്റൻസുകളും ഡീറ്റെയിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പലരുടെയും പ്രശ്നം ഇത് ഈവൻ റൈറ്റിംഗ് മാത്രം പോലും 1 വീക്ക് കൊണ്ടോ 2 വീക്ക് കൊണ്ടോ 1 മന്ത് കൊണ്ടോ തീർക്കാൻ പറ്റില്ല. 4 മോഡ്യൂളാണ്. അത് 4 കാരണം 4 എബിലിറ്റീസ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പം റൈറ്റിംഗ് തന്നെ വേണം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു അത്രയും ലെറ്റർ ഏതാണ്ട് ഒരു 30 to 50 ലെറ്റേഴ്സ് കവർ ചെയ്യണം. പിന്നെ സ്പീക്കിങ്, അത് സ്പീക്കിങ്ങിൻ്റെ ഓറിയൻറ്റേഷനാണ്. അതിന് ഇൻഡിവിജ്വലായിട്ട് സ്പീക്ക് ചെയ്യണം. സ്പീക്കിംഗ് പലപ്പോഴും ഒരാൾ സംസാരിക്കുന്ന ഓപ്പോസിറ്റ് ഒരാളിരിക്കുന്നു, അവിടെ അദ്ദേഹത്തിൻ്റെ പേടി, ടെൻഷൻ, ഭയം, കൂടാതെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് പലരും വരുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ റൈറ്റിംഗ് മാത്രം 10 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റില്ല. സ്പീക്കിങ്ങും തീരില്ല. അതേപോലെ തന്നെ ലിസണിങ്, അതും നമുക്കൊരു 5 to 10 ഡേയ്സിനുള്ളിൽ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലർക്കുള്ള മറുപടി, ചിലർ ഓൾറെഡി ലിസണിങ് എബിലിറ്റി ഉള്ളവരാണ്. അവർ ഓൾറെഡി ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമായിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് ചിലപ്പം ലിസണിങ്ങിൻ്റെ ഹാബിറ്റ് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ 1 മന്ത് കൊണ്ടോ അതിനുശേഷം എക്സാം വെച്ച്, കാരണം എന്നാലും ഒരു 2 മന്ത് മിനിമം എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിലവിൽ എനിക്കിത് ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ 3 മന്ത് ഇല്ലാതെ ടിജൂസ് അക്കാഡമിക്ക് വളരെ ആത്മാർത്ഥതയോടെ നമ്മളൊരു കുട്ടിയെ നെഞ്ചിലേറ്റി ആ കുട്ടി ജയിക്കണമെന്ന് അത്രയും ആത്മാർത്ഥതയോടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരാൾക്കും ഒരാഴ്ച കൊണ്ടോ 5 ഡേയ്സ് കൊണ്ടോ 10 ഡേയ്സ് കൊണ്ടോ ഈ OETയുടെ കോഴ്സോ IELTSൻ്റെ കോഴ്സോ PT കോഴ്സോ ഒരു കോഴ്സും ഇതുപോലെ 1 മന്തിലോ അല്ലെങ്കിൽ 5 ഡേയ്സിലോ 10 ഡേയ്സിലോ തീർക്കാനായിട്ട് പറ്റില്ല.